കുറേ ദിവസങ്ങൾ, കുറേ ആഴ്ചകൾ, കുറേ മാസങ്ങൾ, പിന്നെ ഒരുപാട് വർഷങ്ങൾ അല്ലേ. ഒരുപാടെന്ന് പറയുമ്പോൾ ഒരു 5-6 വർഷം അല്ലേ, അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് കിട്ടാതാവുമ്പോൾ ഒരു വിഷമം അത് ഭയങ്കരം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കുറേ എക്സാം ഉണ്ട്, ക്രാക്ക് ചെയ്യണം, ഇത് ഉറപ്പായിട്ടും കിട്ടും എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കും. LP UPക്ക് വേണ്ടിയിട്ട് 2 LP UP എൻ്റെ കൈവിട്ട് പോയിട്ടോ. എന്നിട്ട് ഞാൻ പഠിക്കാനിരുന്നു. LP UP ഈ വട്ടം കഴിഞ്ഞത് എനിക്ക് ശരിക്കും നല്ലൊരു തിരിച്ചടി തന്നെയായിരുന്നു. കാരണം ഇനി ഞാൻ PSCയിലോട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും എനിക്ക് എന്തോ ഒരു എനർജി കിട്ടിയതാണ് സത്യം പറഞ്ഞാൽ. കാരണം ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു ഏരിയാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഞാൻ നിർത്തി എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വീണ്ടും തുടർന്നു ദൈവാനുഗ്രഹം കൊണ്ട്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കും ഈ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യണവരായിരിക്കും. എന്തായാലും തിരിച്ച് വരിക, കുറച്ചും കൂടി എൻഗേജ്ഡ് ആവാൻ നോക്കുക ഓരോ കാര്യങ്ങൾക്കും. ഫുൾ ടൈം പഠിക്കാതെ പതുക്കെ എന്താണ് മൈൻഡിനെ സെറ്റാക്കിയിട്ട് കൊണ്ടുവരിക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ റിസൾട്ട് ഉണ്ടാവും. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, കോൺസെൻട്രേഷൻ കുറവ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് വേറെ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോവും, നമുക്ക് ഒന്നും ഒരു മൈൻഡിലോട്ട് സെറ്റാകാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സോ എനിക്ക് ആ ഒരുള്ള ടൈം എനിക്ക് എന്താണ് ഒരു 2-3 മണിക്കൂർ പഠിക്കാനായിട്ട് ഉറപ്പായിട്ടും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ എല്ലാവരും പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഓഫ്ലൈൻ കോഴ്സിനൊക്കെ പോയിട്ട് ജോയിൻ ചെയ്യുക, പുറത്ത് പോയിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡിയൊക്കെ ആയിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് കൂടുതൽ വിഷമിച്ചിട്ട് എന്താ കാര്യം, നമുക്ക് കിട്ടാനുള്ളത് എപ്പോഴായാലും കിട്ടും എന്നതിൽ തന്നെ ഞാനും ജീവിച്ചു പോകുന്നത്, ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ.